Hi all, welcome to Shadow Broadcasting Free Path IAS. I am Rindo Raj. Let's continue learning Indian polity. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ദ ബേസിക്സ് ഓഫ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിച്ചു, എന്തിനു വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിച്ചു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് പഠിച്ചു. ആൾസോ വി ലേൺ വേരിയസ് ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് എന്തൊക്കെയാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അൺറിട്ടേൺ എന്നും ഫ്ലെക്സിബിൾ എന്നും റിജിഡ് എന്നും യൂണിറ്ററി എന്നും അതുപോലെ തന്നെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി, എക്സാമ്പിൾ സഹിതം പഠിക്കുകയുണ്ടായി അല്ലേ. അതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൾസോ വി ലേൺ എ കോൺസെപ്റ്റ് കാൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം വിച്ച് ഓൾസോ കോൾ ഇറ്റ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് മെക്കാനിസം. സോ തിങ് ഈസ് ദാറ്റ് നമ്മുടെ ഒരു അപ്രോച്ചാണ്, നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും ആ റെസ്പെക്റ്റീവ് ടോപ്പിക്കിൽ നിന്ന് UPSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ടും അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. വൈ? ബിക്കോസ് നമുക്ക് UPSC ആയിട്ടുള്ള ഏക ലിങ്ക് എന്ത് മാത്രമാണ്, ഈ PYQs. വാട്ട് ഇസ് PYQs? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതാണ്. അപ്പോൾ UPSC എങ്ങനെ ചോദിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധ്യമായിരിക്കും. സോ ലെറ്റ്സ് അനലൈസ് ദ ഫ്യൂ PYQs ഫ്രം ദീസ് റെസ്പെക്റ്റീവ് ടോപ്പിക്. സീ ദി ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് മീൻസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് സംവിധാനം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. A representative government of a nation with federal structure, a government whose head enjoys nominal powers, a government whose head enjoys limited powers, a government limited by the terms of the constitution. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം? ഭരണഘടന പറയുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഓർ ഗവൺമെൻറ് മെക്കാനിസം. അതിൻ്റെ അർത്ഥം എന്താണ്? ഭരണഘടന ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്ന സർക്കാർ സംവിധാനം. അതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാരുകളെ അൾട്ടിമേറ്റ് നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ഭരണഘടനയാണ്. സോ ആൻസർ ഈസ് ദി ഗവൺമെൻറ് ഈസ് ലിമിറ്റഡ് ബൈ ദി ടേംസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭരണഘടന മാത്രം ഫോളോ ചെയ്യുക, ഭരണഘടന പറയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഭരണഘടന ലംഘനമായിട്ടോ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളോ സർക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാതിരിക്കുന്നൊരു സംവിധാനമാണെന്ത് വി കോൾ ഇറ്റ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്. സോ ദ ആൻസർ ഈസ് ഡി, ഗവൺമെൻറ് limited by the terms of the constitution. See the next question. A constitutional government by definition is a എന്താണ്? ഗവൺമെൻറ് ബൈ ലെജിസ്ലേച്ചർ, പോപ്പുലർ ഗവൺമെൻറ്, മൾട്ടി പാർട്ടി ഗവൺമെൻറ്, ലിമിറ്റഡ് ഗവൺമെൻറ്. ഏതാണ്? ആൻസർ ഈസ് ലിമിറ്റഡ് ഗവൺമെൻറ്. കാരണം എന്താണ്? നമ്മുടെ ഗവൺമെൻറ്റിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഭരണഘടനയാണ്. ഈ രണ്ട് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? UPSC എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. ഇവിടെ ചോദിച്ച, അതായത് 2021 ചോദ്യം തൊട്ട് മുമ്പത്തെ വർഷത്തെ 2020 ചോദ്യമായിരുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ PYQs പരമാവധി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് UPSC ഇനിയും എന്ത് ഫ്രെയിം ചെയ്തേക്കാം? ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തേക്കാം. ഐ ഗിവ് വൺ മോർ ബെസ്റ്റ് എക്സാമ്പിൾ. സീ ദിസ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് best reflects the chief purpose of the constitution of a country. ഒരു ഭരണഘടനയുടെ ചീഫ് പർപ്പസ് എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സി, ഡിറ്റർമൈൻസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മേക്കിംഗ് ഓഫ് നെസസറി ലോസ്, enables the creation of political offices and a government, defines and limits the powers of the government, secures social justice, social equality and social security. സി, നമുക്ക് ഒരുപക്ഷെ ഇതെല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് തോന്നിയേക്കാം, കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്രൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ചോദ്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ശരി എന്നല്ല ചോദ്യം, ഇതിലേതാണ് ബെസ്റ്റായിട്ടും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. അസ്യൂം ഇപ്പം ഇതിനകത്ത് ഏതാണ് ചോദ്യം, ഏതാണ് ശരി എന്നാണ് UPSC ചോദിച്ചതെങ്കിൽ ഒന്ന് ശരിയാകുമെങ്കിൽ ബാക്കി മൂന്നും എന്തായിരിക്കണം? തെറ്റായേ മതിയാകൂ. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്? തെറ്റെന്ന് പറയാൻ സാധ്യമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് ഏറ്റവും ബെസ്റ്റ് ഐഡിയോളജി ഏതാണോ വി മസ്റ്റ് പിക്കപ്പ് ദാറ്റ് സെലക്റ്റീവ്ലി. ഇതാണ് UPSCയുടെ വൺ ഓഫ് ദി മെത്തേഡ്. ഏതാണ് ശരിയെന്ന് ചോദിക്കാതെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുന്ന മെക്കാനിസമാണ് വൺ ഓഫ് ദി അപ്രോച്ച് ഓഫ് ദി UPSC. സോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? സർക്കാരുകൾ തോന്നിയ പോലെ പെർഫോം ചെയ്യാതെ സർക്കാർ ജനങ്ങളുടെ മണ്ടയ്ക്ക് കുതിര കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ ആര് ലിമിറ്റ് ചെയ്യുന്നുണ്ട്?
നമ്മുടെ ഭരണഘടന ലിമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതും എന്ത് തന്നെയാണ്? റിപ്പീറ്റഡ് ചോദ്യം തന്നെയാണ് അല്ലേ? സോ 2020 ചോദിച്ച ഈ ചോദ്യം 2021 ചോദിക്കുകയുണ്ടായി. 2 വർഷങ്ങൾക്ക് ശേഷം 2023 ഇതേ ചോദ്യം UPSC ചോദിക്കുകയുണ്ടായി. സ്റ്റേറ്റ്മെൻറ്റ്സിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയെന്ന് മാത്രം. സോ മൈ ഹംബിൾ സജഷൻ ഈസ് ദാറ്റ് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷം എന്ത് ചെയ്യാൻ ശ്രമിക്കുക? PYQs വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അടുത്ത വർഷങ്ങളിലും ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ സാധ്യമാണ്? ചോദ്യങ്ങൾ വരാൻ സാധ്യമാണ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് വിത്ത് ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഈസ് വൺ വിച്ച് പ്ലേസസ് effective restrictions on the individual liberty in the interest of state authority, which places effective restrictions on the authority of the state in the interest of individual liberty. സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ഒരു ഭരണഘടനാപരമായ സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ ഇറ്റ് പ്ലേസസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഇൻഡിവിജ്വൽ ലിബർട്ടി. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മണ്ടയ്ക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റേറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ അവകാശങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതോ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെയാണോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ഭരണം എന്താ ചെയ്യുന്നത്? ജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിനെയാണ് എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്, വിച്ച് ഈസ് വാട്ട് മീൻ ബൈ ഭരണഘടനാപരമായ സർക്കാർ സംവിധാനം. അവർ എന്ത് ചെയ്യുകയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് എന്തുണ്ട്? മൗലിക അവകാശങ്ങളുണ്ട്. ആര് തന്നതാണ്? സർക്കാർ തന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭരണഘടന സർക്കാരിനോട് പറയുകയാണ് ജനങ്ങളുടെ ഇന്ന അവകാശങ്ങളുടെ മണ്ടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, തോന്നിയ പോലെ ഇടപെടാൻ സാധ്യമല്ല എന്ന് സർക്കാരിനെ ലിമിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വി ആർ ഹാവിങ് ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഭരണഘടന ശരിക്കും ആര് ലിമിറ്റ് ചെയ്യുന്നു? സർക്കാരിനെയാണ് ലിമിറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്തായിരിക്കാം? സ്റ്റെപ്പ് നമ്പർ 2. It places effective restrictions on the authority of the state in interest of individual liberty. So answer is B only. So നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് UPSC എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു പാറ്റേൺ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹൗ UPSC is asking questions. UPSC എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു മനസ്സിലാക്കുക. എന്നിട്ട് UPSCക്ക് വേണ്ടി പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. Clear? Let's find out for the time. Let's continue in the coming classes. See you then. Bye.